ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ. അതായത് തേൻ നെല്ലിക്കയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പി കൂടിയാണ്. കുട്ടികൾക്കൊക്കെ പച്ച നെല്ലിക്ക കഴിക്കാൻ നല്ല മടിയായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് ഏകദേശം 500 ഗ്രാം നെല്ലിക്ക ഉണ്ടോ, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു ഓട്ടപാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ ഇഡ്ഡലി പാത്രം ആയാലും മതി. എന്നിട്ട് നമുക്ക് നെല്ലിക്ക ഒന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. നെല്ലിക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കാനായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ മുകളിലേക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. കാരണം നമ്മുടെ നെല്ലിക്ക ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെല്ലിക്ക ഒരിക്കലും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റരുത് കേട്ടോ. ഇങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ കണ്ടോ, നമ്മുടെ നെല്ലിക്കൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു തുണിയിലേക്ക് മാറ്റാം. ഒരു കോട്ടന്റെ തുണിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലെ വെള്ളത്തിന്റെ അംശങ്ങളൊക്കെ നമുക്ക് നല്ല പോലെ ഒന്ന് ഒപ്പിയെടുക്കാം കേട്ടോ. നല്ല ബലം പ്രയോഗിക്കരുത്. അപ്പോൾ അത് അല്പം സോഫ്റ്റ് ആയതാണല്ലോ, അപ്പോൾ വേഗം ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. കുരു കളഞ്ഞിട്ട് അങ്ങനെ ഇടും ചെയ്യട്ടോ. അപ്പൊ ഞാനിവിടെ കുരു കളയാതെയാണ്, അതുകൊണ്ട് പതുക്കെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കട്ടെ. കാരണം വെള്ളത്തിന്റെ അംശം ഉണ്ടായാൽ നമ്മുടെ തേനില് പെട്ടെന്ന് പൂപ്പൽ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നെല്ലിക്കയൊക്കെ ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ തേന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കണ്ടോ, റെഡിമെയ്ഡ് ആണ് കേട്ടോ. എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല. ലുലുന്ന് വാങ്ങിച്ച തേനാണ്. അപ്പൊ ഈ തേൻ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഏകദേശം 1.5 ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തികഞ്ഞില്ല, അപ്പോൾ 1ന്റെ അര കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ നെല്ലിക്ക മൂടുന്ന രീതിയിൽ തേനാക്കി കൊടുത്തത്. നെല്ലിക്ക മുങ്ങി കിടക്കണം കേട്ടോ തേനില്. ഇതുപോലെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്ര അളവിലാണ് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും 2 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് എയറൊന്നും കിടക്കാത്ത രീതിയിൽ അടച്ചു വെച്ചിട്ട് ഒരു 10-15 ദിവസത്തിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പം നെല്ലിക്ക കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം.